15-ാം കേരള നിയമസഭയുടെ അവസാനത്തെ സമ്മേളന ദിവസമാണ് കേട്ടോ ഇന്ന്. ധനവിനിയോഗ ബില്ലും അതേപോലെ ധനബില്ലും ഒക്കെ പാസാക്കി സഭ അനിശ്ചിതകാലത്തേക്ക് പിരിയുകയും ചെയ്യും. പ്രതിപക്ഷ നിസ്സഹകരണത്തിന്റെ പശ്ചാത്തലത്തിലാണ് സമ്മേളനം വെട്ടിച്ചുരുക്കിയത്. ഇന്നും ഒരുപക്ഷെ ചോദ്യോത്തരവേള മുതൽ തന്നെ പ്രതിഷേധത്തിന് സാധ്യതയുമുണ്ട്. അർജുൻ നമുക്കൊപ്പം തത്സമയമുണ്ട് തിരുവനന്തപുരത്ത് നിന്ന്. അർജുൻ, ഗുഡ് മോർണിംഗ്. ഈ സഭാ സെഷൻ തുടങ്ങിയ സമയം മുതൽ തന്നെ ശബരിമല സ്വർണ്ണക്കൊള്ളയൊക്കെ ഉയർത്തിക്കൊണ്ടുള്ള പ്രതിപക്ഷത്തിന്റെ പ്രതിഷേധം തുടങ്ങിയതാണ്. അതും ഈ വലിയ പ്രതിഷേധം, പ്ലക്കാർഡുകളും ബാനറുകളും ഉയർത്തി സ്പീക്കറുടെ കാഴ്ചയൊക്കെ തടസ്സപ്പെടുത്തിയുള്ള വൻ പ്രതിഷേധമായിരുന്നു. മാത്രമല്ല 2 MLA-മാര് സത്യഗ്രഹം ഇരുന്നു ഈ വിഷയത്തിൽ. അങ്ങനെ സഭയിൽ ശബരിമല വിഷയത്തിൽ കോലാഹലം തീർക്കുകയായിരുന്നു പ്രതിപക്ഷം. ഇന്നലെയും അങ്ങനെ തന്നെയായിരുന്നു. ഇന്ന് അതിനാൽ ഈ പ്രതിപക്ഷത്തിന്റെ നിസ്സഹകരണത്തിന്റെ തുടർന്ന് സഭാ സമ്മേളനം വെട്ടിച്ചുരുക്കുകയാണ്. അതും പിണറായി സർക്കാരിന്റെ അവസാനത്തെ നിയമസഭാ സമ്മേളനം. അപ്പോൾ ഇന്ന് എന്തൊക്കെ കാര്യങ്ങൾ പ്രതീക്ഷിക്കണം? ഇന്ന് കുറേയധികം ബില്ലുകൾ ഈ പ്രതിപക്ഷ നിസ്സഹകരണത്തിന്റെ പശ്ചാത്തലത്തിൽ ചർച്ചകളൊന്നുമില്ലാതെ പാസ്സാക്കാനും പോകുന്ന ദിവസമാണല്ലോ. സേതു, ഗുഡ് മോർണിംഗ്. ഈ സർക്കാരിന്റെ രണ്ടാം പിണറായി സർക്കാരിന്റെ അവസാന നിയമസഭാ സമ്മേളനത്തിനാണ് ഇന്ന് സഭ സാക്ഷ്യം വഹിക്കുക. പ്രതിപക്ഷത്തിന്റെ പ്രതിഷേധം ഇന്നും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കണ്ടതുപോലെ തുടരാനുള്ള സാധ്യത തന്നെയാണ് നിലനിൽക്കുന്നത്. ശബരിമല സ്വർണ്ണക്കൊള്ള വിഷയം ഉയർത്തിക്കൊണ്ട് എല്ലാ സഭാ നടപടികളും ബഹിഷ്കരിക്കുന്ന സമീപനമാണ് പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുള്ളത്. ഇന്നും അതിൽ നിന്ന് വ്യത്യസ്തമായിരിക്കില്ല. ചോദ്യോത്തരവേള തുടങ്ങുന്ന ഘട്ടം തൊട്ട് ഈ വിഷയത്തിൽ പ്രതിഷേധിക്കാനായിരിക്കും പ്രതിപക്ഷം തീരുമാനിക്കുക. അതേസമയത്ത് മറ്റ് ബില്ലുകൾ എല്ലാം ഇന്ന് പാസ്സാക്കിക്കൊണ്ട് സഭ അനിശ്ചിതകാലത്തേക്ക് പിരിയാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. നേരത്തെ മാർച്ച് 26 വരെ നിയമസഭാ സമ്മേളനം നിശ്ചയിച്ചിരുന്നതാണ്. പക്ഷേ പ്രതിപക്ഷത്തിന്റെ ഈ കടുത്ത പ്രതിഷേധം, സഭാ നടപടികളോട് ഒരു തരത്തിലും യോജിക്കാത്ത തരത്തിലുള്ള ഒരു തരത്തിലും അതിനോട് ചേർന്ന് നിൽക്കാത്ത പ്രതിപക്ഷത്തിന്റെ പ്രതിഷേധം ഒരു കാരണം. രണ്ടാമത്തേത്, നിയമസഭാ തെരഞ്ഞെടുപ്പ് വരികയാണ്. അടുത്ത ആഴ്ചയോടുകൂടി അതിൻ്റെ പ്രഖ്യാപനം ഉണ്ടാകുമെന്ന് പറയുന്നു. അങ്ങനെയാണെങ്കിൽ MLA-മാർക്ക് അവരുടെ മണ്ഡലങ്ങളിലൊക്കെ സജീവമാകേണ്ട സാഹചര്യങ്ങളിലേക്ക് കാര്യങ്ങൾ പോകുന്നു. അതുകൂടി കണക്കിലെടുത്തുകൊണ്ട് വെട്ടിച്ചുരുക്കുകയാണ് ഉണ്ടായിട്ടുള്ളത്. രണ്ടാം പിണറായി സർക്കാരിൻ്റെ നിയമസഭാ സമ്മേളന കാലയളവ് എന്ന് പറയുമ്പോൾ തന്നെ ഒരുപാട് സവിശേഷതകളുണ്ട്. ചരിത്രപരമായിട്ടൊക്കെ ഒരുപാട് കാര്യങ്ങൾ ഉണ്ട്. ഏറ്റവും കൂടുതൽ അടിയന്തര പ്രമേയ ചർച്ചകൾ വന്ന നിയമസഭ എന്ന് പറയാം. രണ്ടാമത്തേത്, ഏറ്റവും കൂടുതൽ നിയമനിർമ്മാണം ഉൾപ്പെടെ നടത്തിയ സഭ എന്ന നിലയ്ക്കൊക്കെ വലിയ രീതിയിലുള്ള ചരിത്രപരമായിട്ടുള്ള പ്രാധാന്യം കൂടിയുണ്ട് ഈ നിയമസഭാ സമ്മേളന കാലയളവിന്. അതോടൊപ്പം തന്നെ ശക്തമായി പ്രതിപക്ഷത്തിന്റെ പ്രതിഷേധത്തിന് കൂടി സാക്ഷ്യം വഹിച്ച അവസാന സമ്മേളന കാലയളവ് എന്നുകൂടി പറയേണ്ടി വരും. സ്വാഭാവികമായും ഇന്നത്തെ സഭാ നടപടികളിലും പ്രതിപക്ഷത്തിന്റെ സഹകരണം ഉണ്ടാകില്ല. സേതു പറഞ്ഞതുപോലെ തന്നെ ഒരു ചർച്ചയും കൂടാതെ പ്രധാനപ്പെട്ട ബില്ലുകളടക്കം സഭയുടെ പരിഗണനയ്ക്ക് വരും. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് നേറ്റിവിറ്റി കാർഡ് ബില്ലാണ്. അത് കേരളീയർക്ക് പൗരത്വം തെളിയിക്കാവുന്ന തരത്തിലുള്ള രേഖ, അതിന്റെ ബില്ലും ഇന്ന് നിയമസഭ പാസ്സാക്കും. ഓക്കെ അർജുൻ, ശരി. അപ്പോൾ സഭാ സമ്മേളനം ഇന്ന് രണ്ടാം പിണറായി സർക്കാരിന്റെ അവസാനത്തെ സഭാ സമ്മേളനം നടക്കുന്ന ദിവസമാണ്.